ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു മോരുകറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയുടെ അളവ് നിങ്ങൾ കുമ്പളങ്ങ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങയ്ക്ക് 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിയുള്ള തൈര് പുളിയുള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ തലേ ദിവസം പുറത്തേക്ക് എടുത്ത് വയ്ക്കുക, അപ്പോൾ പുളിച്ച് കിട്ടും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, ജീരകം വേണം, ഉലുവ കടുക്. ഇത് രണ്ടും താളിക്കാൻ വേണ്ടിയാണ് ഉലുവയും കടുകും. പിന്നെ വേണ്ടത് കറിവേപ്പില, ഉണക്കമുളക്, ഇതും താളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെയാണ് കുമ്പളങ്ങ കൊണ്ട് മോരുകറി ഉണ്ടാക്കുന്നത് നോക്കാം. എങ്ങനെ തൊലി കളയുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഇന്നലെ വാങ്ങിയ കുമ്പളങ്ങയാണ്. ഇപ്പോൾ ഈ ഭാഗം നമ്മൾ ചെത്തി വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ പെട്ടെന്ന് ചീഞ്ഞു പോവില്ല. മത്തങ്ങ ആയാലും കുമ്പളങ്ങ ആയാലും വെള്ളരിക്കയായാലും ഇപ്പോൾ നമ്മൾ മുറിച്ച് വാങ്ങുന്ന കഷ്ണമാകുമ്പോൾ നമ്മൾ ഈ ഭാഗം കളഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചീഞ്ഞു പോകാതെ കിട്ടും. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഒന്ന് ചീഞ്ഞ പോലെ തോന്നും. നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്ക് തൊലി കളയാം. മൂർച്ചയിലൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇതൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ. വേണമെങ്കിൽ ഇത് മുറിച്ചിട്ടും ചെയ്യാം, 2ആയിട്ട് മുറിച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഒന്നിച്ച് തന്നെ ചെയ്യണമെന്നില്ല, ഇത് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുമ്പളങ്ങ കഷ്ണമാണെങ്കിൽ 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ചെയ്തോളൂ. വലിയ കുമ്പളങ്ങ കഷ്ണമായിരിക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങില്ല പിടിക്കാൻ. അപ്പോൾ 2-3 കഷ്ണമായി മുറിച്ചോളൂ. ഇത് തൊലി കളഞ്ഞു. നമുക്ക് ഇത് കഷ്ണങ്ങളാക്കണം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് തൊലി കളയേണ്ടത്. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയുന്നത്. അതിനെ നടുമുറിക്കുക. രണ്ടായിട്ട് മുറിച്ചോളൂ. കറിക്കുള്ള കഷ്ണമായതുകൊണ്ട് കുറച്ച് വലിപ്പം വേണം, ഏകദേശം ഇത്ര. ഓക്കെ, അത് ചെറുതാക്കണ്ട, മീഡിയം വലിപ്പം. ഓക്കെ, അതേപോലെ തന്നെ ഫുള്ള് മുറിക്കുക. 2-3 കഷ്ണമാക്കി ആദ്യം മാറ്റുക, പിന്നെ മുറിക്കുക ഫുള്ളായിട്ട്. ഇത് ഫുള്ള് ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഈ വലിപ്പം മതി, കാണുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഈ വലിപ്പം. ഒക്കെ ഒരു മീഡിയം വലിപ്പത്തിൽ മുറിച്ചെടുത്തോളൂ. ഫുള്ള് മുറിച്ചിട്ട് എടുക്കട്ടെ. ഞാൻ കഷ്ണങ്ങൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മൾ മിക്സിയിൽ തേങ്ങ അരച്ച് കൊണ്ടുവരണം. മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർക്കുക. ശേഷം ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി, പച്ചമുളക് ചേർക്കണ കാര്യം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർത്തരയ്ക്കാം. 1-2 പച്ചമുളക്. ഞാനിവിടെ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, എരിവ് നിങ്ങൾക്ക് കുറവാ വേണമെങ്കിൽ ചേർക്കണ്ട. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ജീരകം,
പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ ഒഴിക്കാം. അത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിത് അരച്ചു കൊണ്ടുവരട്ടെ, ഇത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മിക്സിയിൽ അരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അരച്ചു കൊണ്ടുവരണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇനി നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് ഇത് മുങ്ങിക്കിടക്കണം, കൂടുതൽ ഒഴിക്കാം. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഇടുക. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ശേഷം നേരത്തെ നിങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം, സാധാരണ മുളക് പൊടി. ശേഷം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ, കൂടാൻ പാടില്ല. ഇതിന് ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ശേഷം കുക്കർ അടച്ച് വേവിക്കുക. 2 വിസിൽ വന്നാൽ മതി, കഷ്ണം വേവും. ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. ഗ്യാസ് ഓൺ ചെയ്യുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി സ്റ്റീം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. അതിനുശേഷം 2 വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. സ്റ്റീം പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റീം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, തൈര് നല്ല കട്ടയായിട്ട് ഇരിക്കരുത്. കട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടകളൊക്കെ ഉടയ്ക്കണം. അതിനുവേണ്ടി നമ്മളൊരു കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒരടി അടിച്ചാൽ ഉടയും. അത്രയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും കയ്യിലോണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ കട്ടയെല്ലാം ഉടയും. കട്ടയോടൊക്കെ ചേർക്കരുത്, തൈര് പിരിഞ്ഞു പോവും. എല്ലാ കട്ടയും ഉടഞ്ഞ് കിട്ടും. നോക്കൂ, ഇപ്പോൾ കട്ടയെല്ലാം ഉടഞ്ഞിട്ടുണ്ട്, കാണുന്നുണ്ടാവും. ഇതുപോലെ ഉടച്ചെടുക്കണം. അതിന് ശേഷമേ തൈര് കറിയിൽ ചേർക്കാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടയോടെ ചേർത്താൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിസിൽ പോയി, നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്പൂൺ കൊണ്ട് കാണിച്ചു തരാം, ചൂടില്ലേ. ഇതാ ഉടയുന്നുണ്ട്, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഉടയുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓണാക്കാം. ഇതിലേക്ക് ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അത് തിളച്ച് തുടങ്ങി. 2 മിനിറ്റ് തിളക്കട്ടെ. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കാം. രണ്ട് മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് തിളച്ചു. ഇനി തീ സിമ്മിലിട്ടതിന് ശേഷം
നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. തീ സിമ്മിലിടണേ. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം ഒന്ന് പോട്ടെ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പച്ചമുളക് കീറിയിടാം, അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ 2 പച്ചമുളക് വേണമെങ്കിൽ അരയ്ക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ 1/4 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തോളൂ. എരിവിൻ്റെ കാര്യം ഒന്ന് ചെറുതായി ഒന്ന് തള വരണം. തേങ്ങയുടെ പച്ചച്ചുവ പോട്ടെ. തീ ഒന്ന് കൂട്ടി വയ്ക്കുക. നമ്മൾ സിമ്മിലല്ലേ ഇട്ടായിരുന്നേ, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പം തള വന്ന് തുടങ്ങി. 1 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇതിൻ്റെ പച്ചച്ചുവ പോകാനാണ് തേങ്ങയുടെ. ഇനി ഇതിലേക്ക് തീ സിമ്മിലിട്ടതിന് ശേഷം തൈര് ചേർക്കുക. കട്ട ഉടച്ച തൈര് ചേർക്കുക. ഞാനിവിടെ 1 കപ്പ് തൈരാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള തൈര് പുളി അനുസരിച്ച് ചെയ്യണം ചേർക്കാൻ. ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക. എന്നിട്ട് പുളി കുറവാണെങ്കിൽ വീണ്ടും ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാവരുടെ അടുത്തും ഒരേപോലെ ആയിരിക്കില്ല തൈരിൻ്റെ പുളി. അത് കാരണം അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അത് ഞാൻ കുറച്ച് ചേർത്ത് നോക്കട്ടെ. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3/4 കപ്പ് ചേർത്തു. 3/4 കപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നോക്കുക. തീ സിമ്മിലിടണം. തൈര് ചേർത്താൽ പിന്നെ പിരിഞ്ഞു പോവും. തിളപ്പിക്കരുത്. നോക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ തൈരെല്ലാം ചേർത്തു നന്നായി മിക്സ് ചെയ്യുക. തീ സിമ്മിലിട്ടിട്ട് വേണം തൈര് ചേർക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫാക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ലാസ്റ്റ് കറിവേപ്പില നമ്മൾ താളിക്കും, എന്നാലും കുറച്ച് കറിവേപ്പില ചേർക്കാം. അതേപോലെ 1 നുള്ളു ഉലുവപ്പൊടി ചേർക്കുക. അത് ഓപ്ഷണലാണ്, പക്ഷെ ഒരു നല്ല സ്മെല്ലാട്ടോ. മോരുകറിയിൽ ഉലുവപ്പൊടി ചേർത്താൽ 1 നുള്ളു ചേർത്താൽ മതി. 1 പിഞ്ച്, വളരെ കുറച്ച് നോക്കൂ. 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്താൽ കഴിക്കും. ഇളക്കി കൊടുക്കുക. ഈ മോരുകറികളിലൊക്കെ ഉലുവ ഒരു പിഞ്ച് ചേർക്കണം. നല്ല ടേസ്റ്റാട്ടോ. അവസാനം ഉലുവ താളിക്കുകയും ചെയ്യുക. അതും നല്ല ടേസ്റ്റ്. ഉലുവയുടെ സ്മെല്ല് എനിക്ക് അങ്ങനെ തോന്നിക്കണം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനി ഒന്ന് ചൂടാവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളക്കരുത്. തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർക്കണം. പുളി കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ പുളി ആവശ്യത്തിന് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്തതിന് ശേഷം രുചിച്ച് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. അതങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ പ്രത്യേകം കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ തൈരിൻ്റെ പുളി വ്യത്യാസം ഉണ്ടായിരിക്കും. അതങ്ങനെ ചേർത്തോളൂ കേട്ടോ. നമുക്ക് കറി ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടായി. നമ്മൾ തീ ഓഫാക്കാൻ പോവാം കേട്ടോ. തിളയ്ക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞില്ലേ. തീ ഓഫാക്കുകയാണേ. തീ ഓഫാക്കി ഇളക്കി കൊടുക്കുക. നല്ലോണം ചൂടായി. നമുക്ക് താളിക്കണം. മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചോളൂ. ഒന്ന് ചൂടാവട്ടെ എണ്ണ. നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി. തീ കുറയ്ക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക.
കരിയരുത്, സിമ്മിലിടാൻ മറക്കരുത്, പ്രത്യേകം കുറക്കണം. കടുകും അതുപോലെ തന്നെ ഉലുവയും പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്തു. ഉണക്കമുളക് കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് മൂത്തു കേട്ടോ. തീ ഓഫാക്കുക. കറിയിലേക്ക് ഒഴിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ചേർക്കുക. ചോറിൻ്റെ കൂടെ നല്ല രുചിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.